ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വേളാങ്കണ്ണി വരെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു ട്രെയിൻ വേളാങ്കണ്ണിക്കില്ല. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് നമ്മൾ എറണാകുളം വരെ പോകുന്നു. എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൊരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിലാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ എറണാകുളം വരെ പോകുന്നത്. അപ്പോൾ പുതിയൊരു കോച്ചുകളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കണ്ണൂർ ജനശതാബ്ദിക്കുള്ളത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് C3 അതായത് ചെയർ കാറിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണൂരിൽ നിന്ന് എറണാകുളം നോർത്ത് വരെയും അതേപോലെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന എക്സ്പ്രസ്സിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കോച്ചിൻ്റെ അകത്തേക്ക് കയറാം. അപ്പം നമ്മളുടെ യാത്രക്ക് നമുക്ക് കിട്ടിയത് C3 നമ്പർ 3 ആണ് സീറ്റ് നമ്പർ. അപ്പം നമുക്ക് നമ്മളുടെ സീറ്റിലൊന്ന് ഇരിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു വാട്ടർ ഹോൾഡറുണ്ട്. അതുപോലെ നല്ല വലിപ്പമുള്ള ഒരു എന്താ പറയുക ലഗേജ് ട്രേ തന്നെയാണ് കേട്ടോ ഈ ഒരു കോച്ചിനുള്ളത്. അതേപോലെ നമുക്ക് വെയിലടിക്കുമ്പോഴൊക്കെ കവർ ചെയ്യാനായിട്ട് നല്ലൊരു വിൻഷീൽഡ് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കൃത്യം 4:50 തന്നെ നമ്മളുടെ ട്രെയിൻ കണ്ണൂർ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഇനി സ്റ്റേഷൻ വരുന്നത് തലശ്ശേരി, വടകര, കോഴിക്കോട്, അതുപോലെ തിരൂർ, ഷൊർണൂർ, തൃശ്ശൂർ, എറണാകുളം നോർത്ത്. അങ്ങനെ ഒരു 5:10 ആകുമ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:12 ആയപ്പോൾ നമ്മളുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തു. വണ്ടി ഈ ഒരു ട്രെയിൻ കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അത് കണ്ണൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ നമ്മളുടെ ജനശതാബ്ദി അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സമീപം ഏകദേശം ഒരു 7:30 ആയപ്പോഴാണ് നമ്മൾ ഷൊർണൂർ എത്തി. വണ്ടി ഓൺ ടൈമിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊരു 9:30 ആകുമ്പോൾ നമ്മൾ എന്തായാലും എറണാകുളം നോർത്തിലെത്തിയിരിക്കും. ഏകദേശം ഒരു 9:40 ആയപ്പോൾ തന്നെ നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മളുടെ വണ്ടി ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വേളാങ്കണ്ണിക്കുള്ള അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എറണാകുളം ജംഗ്ഷനിലേക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് പോയി. ഏകദേശം ഒരു 150 രൂപ ഓട്ടോന് ചാർജായി. അപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി എക്സ്പ്രസ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന വ്യൂ ആണ് കേട്ടോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ. അപ്പോൾ
പ്ലാറ്റ്ഫോം നമ്പർ 5-ൽ നമുക്ക് പോകേണ്ട എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് B3 കോച്ചിലാണ്, 3rd AC. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 5-ലെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് എറണാകുളത്തിൽ നിന്ന് നമ്മൾ വേളാങ്കണ്ണി വരേക്ക് കൊണ്ടുപോകുന്ന 14665 എന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനാണ് നമ്മൾ ത്രൂ ഔട്ടായിട്ട് നമ്മളെ വേളാങ്കണ്ണി വരെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ സപ്പോർട്ടീവ് എഞ്ചിനീയർസുകളുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പോകുന്ന യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഹില്ലി ഏരിയകളിൽ കൂടെയാണ് നമ്മൾ ട്രെയിൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കോച്ചിൽ നമുക്ക് നമ്മളുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിലും നമ്പറിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, എറണാകുളം വേളാങ്കണ്ണി. അപ്പോൾ നമ്മളുടെ കോച്ചായ B3യിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്ന്. അത്യാവശ്യം നല്ല പഴയ ഒരു കോച്ചുകളൊക്കെ തന്നെയാണ് ഈ ഒരു എറണാകുളം വേളാങ്കണ്ണി ഓടിക്കൊണ്ടിരിക്കുന്നത്. സീറ്റിംഗ് ഒന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളായിട്ട് നമുക്ക് പോകാം. കാരണം ഇതിൽ കൂളിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃത്യം 1 മണിക്ക് നമ്മളുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയത്താണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അതിൻ്റെ ഇടയിൽ എവിടെയും ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് വരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 5-നോട് ഇവിടെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാ, പക്ഷേ ഈ ട്രെയിനിന് അടുത്ത സ്റ്റോപ്പ് കോട്ടയം. അങ്ങനെ B3. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ കോട്ടയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2:45 ആയപ്പോഴേക്കും നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്.
പോലും കിട്ടത്തില്ല. ഓ ശരി. അങ്ങനെ നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂർ നമുക്ക് കൊല്ലത്ത് ഹോൾട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് നമ്മളുടെ എൻജിൻ എന്താ ചെയ്യുക ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന ഡയറക്ഷനിലെല്ലാം നമ്മളിപ്പോൾ തിരിച്ച് വേളാങ്കണ്ണിക്ക് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് എൻജിൻ പുറകിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ നിന്ന് വാങ്ങിക്കാം. കാരണം ഈ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നറിനായിട്ടുള്ള ഒരു ഫെസിലിറ്റികളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു 5:45 ആയപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വണ്ടി എടുത്തു. ഇനി നമുക്ക് അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പുനലൂരാണ്. അവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യും ഹോൾട്ടുണ്ട്. എന്തായാലും വേളാങ്കണ്ണി പോകുമ്പോൾ എന്തായാലും അപ്പം നമ്മളിപ്പോൾ കാണുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വണ്ടി പുനലൂരിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് തെന്മല, അതുപോലെ സെങ്കോട്ട. അപ്പോൾ ഈ ഒരു പുനലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്കുള്ളത്. കാരണം ഈ ഒരു ട്രെയിന് എന്താ പറയുക മലനിരകൾക്കിടയിലൂടെ പോകുന്നതൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. ചപ്പാത്തി മുട്ടക്കറി ചായ ചപ്പാത്തി മുട്ടക്കറി ചായ.
മലയിലേക്ക് നോക്കി. നമ്മൾ മല കയറി പോവാണ്. അവിടെ ഒരു പില്ലറൊക്കെ ഉണ്ടോ വലിയ? ആ ഇത് നമ്മൾ കറങ്ങി അതിലേക്ക് അതിലെ വഴി പോവാ. മലയുടെ മുകളിലാണ് നമ്മള് കണ്ട ആ ഒരു ഇത് പാലമില്ലേ, ആ പാലം ഇത് അവിടെ കണ്ടത്. അടുത്ത തെന്മലയാണോ? അടുത്ത തെന്മല. തെന്മല ഒരു ടൂറിസ്റ്റ് സെന്റർ അല്ലേ? എക്കോ ടൂറിസം. എക്കോ ടൂറിസം. തെന്മല വൈൽഡ് ലൈഫ് ഉള്ളതാണോ? എക്കോ ടൂറിസം എന്നാ കേട്ടത്. അങ്ങനെ നമ്മളിപ്പോൾ തെന്മല റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കങ്ങനെ പ്രത്യേകമായ കാഴ്ചകളൊന്നും ഇവിടെ രാത്രി ആയതുകൊണ്ട് കാണാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പുലർച്ചെ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വണ്ടി തിരുവാറൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു വേളാങ്കണ്ണി എക്സ്പ്രസ് വളരെ നേരത്തെ തന്നെ നമുക്ക് വേളാങ്കണ്ണിയിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 5:30 ആണ് ആക്ച്വൽ ടൈം. പക്ഷേ നമ്മൾ ആ ഒരു 5:30ക്ക് മുമ്പ് തന്നെ നമ്മൾ വേളാങ്കണ്ണി എത്തും. അപ്പോൾ ഈ ഒരു തിരുവാറൂർ സ്റ്റേഷനിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവർ വെറുതെ നിർത്തിയിടുന്നുണ്ട്. കാരണം അവർ ചോദിച്ചപ്പം പറഞ്ഞത് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കേസിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കൃത്യം 5 മണിയാകുമ്പോൾ വേളാങ്കണ്ണി എത്തും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ 5:05 ആകുമ്പോൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ കുളിച്ച് ഫ്രഷപ്പ് ആവണം. അതിനായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന കോച്ചിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മളുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേഷൻ്റെ മുൻഭാഗം ഒരു പള്ളിയുടെ ഡിസൈനിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. അപ്പോൾ ഞങ്ങളിനി റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പ് ആകട്ടെ. അപ്പോൾ അടുത്ത വേളാങ്കണ്ണി വിശേഷങ്ങളായിട്ട് നമുക്ക് ആ പള്ളി പരിസരമൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.